കേരളം മുഴുവനും നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തരംഗം, ഒരു UDF തരംഗം ബാധിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾ പത്രക്കാരായാലും അല്ലെങ്കിൽ പിന്നെ ചാനലുകളായാലും അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും, കോഴിക്കോട് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, എന്തെങ്കിലും ചില കാര്യങ്ങളും കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അവരെന്നോട് പറയുന്നുണ്ട്, അതിനെന്താ ടീച്ചറെ ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലേ, വലിയ വികസനമല്ലേ നമ്മുടെ നാട്ടിൽ വന്നതെന്നല്ലാതെ പ്രതിപക്ഷക്കാർ പോലും അതിനെതിർത്ത് ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് അതിനെ അപഗ്രഥിച്ച് അതിനകത്ത് വെള്ളമൊന്നും ചേർക്കാത്ത രീതിയിൽ, കുറ്റപ്പെടുത്തേണ്ടടുത്ത് കുറ്റപ്പെടുത്തിയും നല്ലത് പറയേണ്ടടുത്ത് നല്ലത് പറയുന്ന രീതിയിലും ആയിരിക്കും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറയുക. അതിന് നമ്മൾ കുറച്ച് സമയമെടുക്കും ആ പഠനം ഒന്ന് പുറത്തു വരാൻ. അങ്ങനത്തെ പഠനം വായിച്ചപ്പോഴൊക്കെ എനിക്ക് അഭിമാനം തോന്നിയത് എന്താ വെച്ചാൽ കൃത്യമായി ശാസ്ത്രീയമായി അപഗ്രഥിച്ചിട്ടാണ് നമ്മൾ ആ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവസ്ഥയുണ്ട്. പിന്നെ എനിക്ക് വേറൊരു പറയാനുള്ളതെന്ന് വെച്ചാൽ അവസാനമായപ്പോഴേക്കും പല പരിപാടികളിലും നമ്മുടെ കൗൺസിലിൽ പോലും നുണയൊക്കെ പറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ശരിക്ക് ഈ നുണ പറയുന്നതുകൊണ്ട് നമുക്കൊരിക്കലും വാദിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതുപോലെ വാർഡുകളിൽ തന്നെ പലരും BJPയും ചില ആൾക്കാരൊക്കെ ഇതുപോലെ വളരെയേറെ സത്യവിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഓപ്പണായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ നുണയ്ക്കും അതിനനുസരിച്ചൊരു റീൽ ഇതുപോലെ എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കുറേ ശ്രദ്ധിച്ചില്ല, എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എങ്കിലും 1-2 മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെയൊക്കെ നമുക്കൊരു എന്താ പറയുക, നമ്മളുടെയൊക്കെ ഒരു ലൈഫിൽ നമ്മൾ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഓരോ മാന്യത അല്ലെങ്കിൽ ഒരു സദാചാര ബോധത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ടാവും. അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചിട്ടുള്ള എല്ലാവരും അല്ല, കുറച്ച് പേരെങ്കിലൊക്കെ അതിൽ നിന്ന് വ്യതിചലിച്ച രീതിയിലൊക്കെ പ്രചരിപ്പിച്ചതൊക്കെ തന്നെ പ്രചരണമാണ് പ്രധാനമായിട്ടും. അപ്പോൾ ആ തരത്തിലൊക്കെ ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ടാവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ കേരളം മൊത്തത്തിൽ ഒരു UDFൻ്റെ കയ്യിലേക്ക് പോയതുപോലെയാണ് തോന്നുന്നത്. NDA അവരുടെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും UDFനാണ് പ്രാമുഖ്യം വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിശ്ചയമായിട്ടും നമ്മൾ വളരെ ഗൗരവമായി എടുത്ത് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടും ഇത്രയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടും ഒരു ജനസേവനം അല്ലെങ്കിൽ സേവനത്തിൻ്റെ കാര്യത്തിൽ ക്ഷേമകാര്യത്തിലൊന്നും ഒട്ടുമേ പിന്നോട്ട് നിൽക്കാത്ത ഒരു സംസ്ഥാന സർക്കാർ തന്നെയായിരുന്നു. ഇന്ത്യ മുഴുവനും നമ്മളെ അസൂയയോടെ നോക്കുന്ന ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല, ഊഹങ്ങളല്ലാതെ. 14 13. അതെ അതെ. അവരെപ്പോഴും സ്ഥിരമായി പറയാറുള്ള കാര്യം അതല്ലേ? അതാണോ സത്യത്തിൽ? നമ്മൾ ഇക്കണക്കിന് ഞങ്ങൾക്ക് എന്തായാലും വാർഡ് വിഭജിക്കുമ്പോൾ നമുക്ക് കിട്ടണമെന്നല്ലേ ഞങ്ങൾ വിചാരിക്കും. ഇവർ പറയുന്ന ആക്ഷേപം ശരിയാണെങ്കിൽ LDFന് മുൻതൂക്കം കിട്ടണ്ടേ? അതല്ലല്ലോ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല. ജനങ്ങളിൽ ഏതോ ചില കാര്യങ്ങളിൽ അവർക്കൊരു വേറിട്ടൊരു ചിന്ത അവരുടെ ഇടയിൽ ഉണ്ടായി എന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം ആ രീതിയിൽ പോയി എന്നതോ ആവാം എന്നേ പറയാൻ പറ്റൂ. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരുമിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് LDF മൊത്തത്തിലിരുന്ന് ആലോചിച്ച് അതിൻ്റെ വിശദമായ അംശങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെയാണല്ലോ. പിന്നെ ജനാധിപത്യത്തിലുള്ള തെരഞ്ഞെടുപ്പുകളല്ലേ, അതിലിങ്ങനെയുള്ള അപ്രതീക്ഷിതങ്ങൾ എത്ര പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് നമുക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു കൗതുകമുള്ള ഒരു ആരോപണം UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ടീച്ചറെ മുൻനിർത്തിക്കൊണ്ട് മറ്റുള്ള ആളുകളാണ് ഭരിച്ചിരുന്നത്, അതാണ് ഇത്തരത്തിലൊരു തോൽവിക്ക് കാരണമെന്നൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത്. അല്ല, മറ്റുള്ള ആൾക്കാർ ഭരിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഭരിച്ചതുകൊണ്ടാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ റിസൾട്ട് വരാൻ പാടുണ്ടോ? അപ്പം അതുകൊണ്ട് അതിനകത്ത് കഴമ്പില്ല. അതാണ്. തീർച്ചയായിട്ടും തുടരണമല്ലോ. ഇതിനകത്തൊന്നും ഇപ്പോൾ ഈ വികസനത്തിനെല്ലാം നമ്മൾ അടിത്തറയിട്ടിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് തുടങ്ങാൻ കഴിഞ്ഞില്ല. പ്രവൃത്തി ഉദ്ഘാടനം പോലും നമ്മൾ തുടങ്ങിയില്ല. കാരണം പ്രവൃത്തി ഉദ്ഘാടനം മാത്രം ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല. നമുക്ക് 100% നടക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഞെളിയമ്പറമ്പ് എടുത്താൽ അത് 100% നടക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ അതിന് വേറെ വിഘാതങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല.
പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിയമം ഒന്ന് മാറി പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ STP അത് എല്ലാവർക്കും പിന്നെ സ്വീകാര്യമായൊരു സ്ഥലത്ത് തന്നെ അത് വരും. നമ്മുടെ സരോവരത്തെ STP അത് വരും. നമ്മുടെ പിന്നെ പാർക്ക്, പിന്നെ ലയൺസ് പാർക്ക്, അതൊക്കെ നമുക്ക് വരുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള അടിത്തറയിട്ട് കഴിഞ്ഞു നമ്മൾ. അതിലൊരു 1 സ്റ്റെപ്പ് അഹെഡ് അതും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. എല്ലാ തരത്തിലുള്ള കുറേയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ തീർത്ത ഒരു കൗൺസിലായത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ എത്ര സ്ഥലങ്ങളിലെ പാർക്കിങ്ങും എല്ലാം മുടങ്ങി, അതുപോലെ നമ്മുടെ ബസ് ടെർമിനൽ മുടങ്ങിയതൊക്കെ തന്നെ UDF അന്ന് കൊടുത്തിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതെല്ലാം കേസ് ജയിക്കുകയും തള്ളിപ്പോവുകയും ചെയ്ത് പിന്നീട് ഇന്ന് ഗവൺമെൻറ് ഓർഡർ വാങ്ങി വീണ്ടും അത് വരേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ തുടങ്ങിയ ചില കാര്യങ്ങളിൽ പുതുതായ ചില നിയമങ്ങൾ ചോദിച്ചപ്പോൾ അവർക്കത് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് പാർക്കിംഗ് പ്ലാസ അത് കോർപ്പറേഷൻ്റെ മാത്രം പരിധിയിൽ നിന്ന കാര്യങ്ങളല്ല. മുമ്പേ തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും നമുക്ക് പരിശോധിക്കാതെ തന്നെ ഇത് ശരിയെന്ന രീതിയിൽ പോയതാണ്. പിന്നീട് വന്നുപെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊക്കെ. അല്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കുന്നത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പശ്ചാത്തല വികസന സൗകര്യമായാലും അതിൻ്റെയൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങളാവട്ടെ, ആരോഗ്യരംഗമാവട്ടെ, അവിടെയൊക്കെ എത്ര മാറ്റമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ വന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടും ജനങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരോട് തന്നെ കാരണങ്ങൾ ചോദിക്കേണ്ടി വരും. അല്ലാതെ നമുക്കൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. കാരണം നമ്മൾ നീതിയുക്തമായ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും നടത്തിയ ഒരു കൗൺസിലാണ്. അതുതന്നെയല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അസൂയാവഹമാണ്. എന്നിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് പഠിച്ച ശേഷം മാത്രമേ പറയാൻ പറ്റൂ. ഊഹിച്ച് പറയാൻ നമുക്ക് സാധിക്കില്ല. ശാസ്ത്രീയമായി തന്നെ വിശകലനം ചെയ്യണം.